പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ 4 മാസക്കാലം കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു. മെയ് മാസം ആദ്യ ദിനത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി നന്ദി പറയാം, സ്തുതിക്കാം. 4 മാസക്കാലവും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയിരുന്നു. അനേക ജീവിതങ്ങൾ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഓരോ ദിനവും ആയുസ്സും ആരോഗ്യം തരുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കായിത്തീരാം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 103-ന്റെ 2-ാം വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയ മക്കളെ, നോക്കൂ, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ നാം ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും നാം നന്മകൾ മറന്നു പോകാറുണ്ട്. ഇവിടെ ദാവീദ് പറയുകയാണ്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കഴിഞ്ഞ 4 മാസക്കാലം കർത്താവ് നമ്മെ പരിപാലിച്ചു തന്നെ നാം ഓർക്കേണ്ട വസ്തുതയാണ്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നാം നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നാം അതൊരിക്കലും മറന്നു പോകുവാൻ ഇടയാകരുത്. ദൈവിക നന്മകൾ ഓർക്കുന്നവർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഹല്ലേലൂയ. ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ നയിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ മറന്നു പോകരുത്, അത് എഴുതി സൂക്ഷിക്കണമെന്നാണ്. ഇന്ന് നാം എന്താണ് എഴുതി സൂക്ഷിക്കുന്നത്? പ്രിയ മക്കളെ, ദൈവം ചെയ്ത നന്മകളാണോ അതോ ദൈവം ചെയ്യാനിരിക്കുന്ന നന്മകളാണോ? നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. നമുക്കൊന്ന് നോക്കാം, നാം എന്തെല്ലാം മറക്കരുതെന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-9 മുതലുള്ള വാക്യങ്ങൾ, 9-10 വാക്യങ്ങൾ നോക്കുമ്പോൾ, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ചു നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഗോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദിവസത്തിലുണ്ടായ കാര്യം മറക്കരുത്. അത് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെ എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. നോക്കൂ, ദൈവിക കരുതലും ദൈവിക സാന്നിധ്യം അനുഭവിച്ചതും നിങ്ങൾ ദൈവത്താൽ കണ്ടതും ഹല്ലേലൂയ മറന്നുപോര്. നിങ്ങൾ കണ്ടത് അറിഞ്ഞത് മക്കളോട് അറിയിക്കുവാൻ മറക്കരുത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ നാം ഏത് നിലയിലായി തീർന്നു, എങ്ങനെയാണ് ഇവിടെ വരെ വന്നെത്തിയത് എന്നുള്ള കാര്യങ്ങൾ നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കാം നമുക്ക്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം തന്നെ 8-11 പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവേ നീ മറക്കാതിരിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും. അതായത് ദൈവിക പ്രമാണങ്ങൾ ദൈവം നമുക്ക് കൽപ്പിച്ച് അത് തന്നത് ആചരിപ്പാൻ നാം മറന്നു പോകരുത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവിക കൽപ്പന ഓരോന്നും നാം പ്രമാണിച്ച് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അത് മറന്നു പോകുവാനുള്ള കാര്യമല്ല. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മളെ ഓരോ നക്കമിട്ട് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ സങ്കീർത്തനം 78-11 പറയുന്നുണ്ട്, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, അതായത് അവർ അവൻ്റെ പ്രവൃത്തികളെയും ഹല്ലേലൂയ അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. പലപ്പോഴും ഇതുപോലെയാണ് ഹല്ലേലൂയ ദൈവം കൊണ്ടുവന്ന ഹല്ലേലൂയ വഴികൾ ഓരോന്നും നാം മറന്നു പോകും. നാം എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്, എങ്ങനെയാണ് ഇപ്പോഴെങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത്, ആ പഴയ കാര്യങ്ങൾ നാം മറന്നു പോകുവാൻ ഇടയാവും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, 78-ാം സങ്കീർത്തനത്തിൽ 11-ാം വാക്യം പറയുന്നുണ്ട്, അവർ അവൻ്റെ പ്രവൃത്തികളെയും ഹല്ലേലൂയ അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ചെയ്തു കൊടുത്ത അത്ഭുതങ്ങൾ, ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത പ്രവൃത്തികൾ ഓരോന്നും മറന്നു കളയുവാൻ ഇടയായിത്തീർന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ നാം മറന്നു പോകരുത്. നമുക്ക് ചെയ്ത ഓരോ അത്ഭുതങ്ങളും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നവർ
ആയിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് അതായത് ദൈവം ചെയ്ത അത്ഭുതങ്ങളും പ്രവൃത്തികളും നാം മറക്കുവാൻ പാടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അതായത് ഉള്ളത് ഹല്ലേലൂയ ഏതെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ദൈവം ഹല്ലേലൂയ ഇവയെല്ലാം ചെയ്യുവാൻ ഹല്ലേലൂയ അതായത് പഴയതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ദൈവം ചെയ്യുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ. നാം മറന്നു പോകാതെ ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത്ഭുതങ്ങൾ നടക്കും. പക്ഷേ നമ്മുടെ ഹല്ലേലൂയ ആ ചെയ്തു തന്നതായിട്ടുള്ള കർത്താവ് ചെയ്ത പഴയ കാലങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മറക്കാതെ ഇന്നും അത് നടത്തുമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ പ്രിയ മക്കളെ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ നാം വിശ്വസിച്ചായിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഇന്നും നടക്കും. ഹല്ലേലൂയ. അടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം മറന്നു പോകരുത്. അതായത് ദൈവം നമ്മെ ശുദ്ധീകരിച്ചതും നിർമ്മലീകരിച്ചതും അതിനായിട്ട് യേശു ക്രിസ്തുവിൽ നമുക്കായിട്ട് ഹല്ലേലൂയ യാഗമായി തീർന്നതും നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതായത് പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1:8, 9, 10 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഹല്ലേലൂയ. കർത്താപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രീതി മക്കളെ, നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് നാം മറന്നു പോകരുത്. നമ്മെ വിളിച്ചത് എന്തിനാണ്, നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നുള്ള കാര്യം നാം മറന്നു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് സദൃശവാക്യങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മോട് ഉപദേശിച്ചു തന്നവരെ നാം മറന്നു പോകരുതെന്ന് പറയുന്നു. അതായത് 6-ാം അധ്യായം സദൃശവാക്യങ്ങൾ 6:20 മുതലുള്ള വാക്യങ്ങൾ. മകനെ, നിന്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോടെ ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. പ്രിയമക്കളെ ഹല്ലേലൂയ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഹല്ലേലൂയ, നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന നമ്മുടെ ദേവദാസന്മാരെ ഹല്ലേലൂയ, നമ്മളെ ശാസിക്കുന്നവരെ ഒന്നും നാം മറന്നു പോകരുത്. എന്തിനാണ്? നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നന്നായിട്ട് നാം വളരുവാൻ വേണ്ടി, ദൈവ കൃപയിൽ നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നത്. അത് അവർ ചെയ്തു തരുമ്പോൾ നാം അത് മറക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാം, അതിഥി സൽക്കാരം മറക്കരുത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് എന്ന് 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയ മക്കളെ, നമുക്ക് ഉപകാരങ്ങളെ, സഹായങ്ങളെ, നമ്മൾ സ്നേഹ സൽക്കാരങ്ങളൊക്കെ കൊടുക്കുവാൻ നാം മറക്കരുത്. ഹല്ലേലൂയ. നാം ഉപകരിക്കേണ്ടത് എങ്ങനെയാണ്? മറ്റുള്ളവർക്കൊരു ഉപകാരമായി തീർന്ന് ഒരു സഹായമായി തീരുവാൻ എങ്ങനെ സാധിക്കും? നാം അതൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു നേരത്തെ ആഹാരമില്ലാത്തവർക്കോ അല്ലെങ്കിൽ ഒരു അച്ചിരി ആഹാരം ആവശ്യമുള്ളവർക്കോ നാം അതൊക്കെ ചെയ്തു കൊടുക്കുവാൻ താല്പര്യം കാണിക്കുന്നവരായിരിക്കണം. നാം ഇതൊന്നും മറന്നു പോകരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നാം താല്പര്യം കാണിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നാം നന്ദിയുള്ളവരായി തീരണം. ഇവിടെ പറഞ്ഞ എങ്ങനെയാണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. ദൈവം ചെയ്തു തന്നതായിട്ടുള്ള ഓരോ ഉപകാരങ്ങളും നാം ഓർത്ത് കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രം കരയറ്റി നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുവാൻ, അത് മറക്കാതെ നന്ദിയുള്ളവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളെല്ലാം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ വിധത്തിലുള്ള മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you all. Pinwaju, Mumbai. Hallelujah.